ദൃശ്യപ്രപഞ്ചത്തിലെ ഏറ്റവും വൈവിധ്യമാർന്ന തരം വസ്തുക്കളിലൊന്നാണ് ഗ്രഹങ്ങൾ. ഗ്രഹങ്ങൾക്ക് രൂപം കൊള്ളാൻ കഴിയുന്ന വിഭിന്നമായ പ്രപഞ്ച പരിസ്ഥിതികളാണ് അതിന്റെ പ്രധാന കാരണം. നമ്മുടെ ടെക്നോളജികളുടെ പുരോഗതി കാരണം സമീപകാലത്തിൽ നമുക്ക് നിരവധി എക്സോ പ്ലാനറ്റ്സിനെ കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മുടെ കണ്ണുകൾക്ക് അതീതമായിരിക്കുന്ന ചില സൈദ്ധാന്തിക ലോകങ്ങളുണ്ട്. ജലത്തിന് പകരം ഉരുകിയ ലോഹങ്ങൾ നിറഞ്ഞ സമുദ്രങ്ങളുള്ള ഗ്രഹങ്ങൾ, വാതകം മുഴുവൻ നഷ്ടപ്പെട്ട വാതക ലോകങ്ങൾ, പൂർണ്ണമായും സമുദ്രം കൊണ്ട് മൂടിയ ഗ്രഹങ്ങൾ, ഉപരിതലത്തിൽ മണ്ണിന് പകരം ഡയമണ്ട് കൊണ്ട് നിറഞ്ഞ ലോകങ്ങൾ, അങ്ങനെ പല വിധത്തിലുമുള്ള സൈദ്ധാന്തിക ഗ്രഹങ്ങൾ. ഇത്തരം ഗ്രഹങ്ങളെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. എന്നിരുന്നാലും ഇവ പ്രപഞ്ചത്തിൽ ശരിക്കും നിലനിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരുപക്ഷെ നമ്മൾ കണ്ടിട്ടുള്ള ആയിരക്കണക്കിന് എക്സോ പ്ലാനറ്റ്സിൽ ചിലപ്പോൾ ഇത്തരം ഗ്രഹങ്ങളും ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള ചില സൈദ്ധാന്തിക ഗ്രഹങ്ങൾ ഏതാണെന്നും അവയുടെ പ്രത്യേകതകൾ എന്താണെന്നും നമുക്ക് നോക്കാം. നിലനിൽക്കാൻ ഏറ്റവും സാധ്യതയുള്ള ഗ്രഹങ്ങളിൽ നിന്നും തന്നെ തുടങ്ങാം. അതാണ് ഓഷ്യൻ പ്ലാനറ്റ്സ്. ഉപരിതലം മൊത്തം സമുദ്രം കൊണ്ട് നിറഞ്ഞ ലോകങ്ങൾ. ഇവയുടെ ഉപരിതലത്തിൽ ഒരു ഇഞ്ച് കരഭാഗം പോലും ഉണ്ടായിരിക്കില്ല. ബീച്ചുകളില്ല, പർവ്വതങ്ങളില്ല, മഴക്കാടുകളില്ല, ആകെ ഒരൊറ്റ സമുദ്രം മാത്രം. 100 കണക്കിന് കിലോമീറ്റേഴ്സ് ആഴമുള്ള ഒരു മഹാസമുദ്രം. ഭൂമിയിൽ സമുദ്രങ്ങൾ എന്നത് ഭൂമിയുടെ ഏറ്റവും പുറം പാളിയുടെ ഒരു പ്രധാന ഘടകം മാത്രമാണ്. എന്നാൽ ഓഷൻ പ്ലാനറ്റ്സിന്റെ ഏറ്റവും പുറം പാളി തന്നെ പൂർണ്ണമായും സമുദ്രമാണ്. ഇത്തരം ഗ്രഹങ്ങളുടെ മൊത്തം മാസത്തിന്റെ നല്ലൊരു ശതമാനവും യഥാർത്ഥത്തിൽ ഇവയിലുള്ള ജലത്തിൻ്റെതായിരിക്കും. ഓഷൻ പ്ലാനറ്റ്സ് രൂപം കൊള്ളാനുള്ള സാധ്യതകൾ ഒരുപാട് കൂടുതലാണ്. പക്ഷെ ഇവയ്ക്ക് നിലനിൽക്കാൻ നിരവധി വെല്ലുവിളികളുണ്ട്. പ്രധാനമായും ഇവ നക്ഷത്രത്തിന്റെ ഹാബിറ്റബിൾ മേഖലയിലായിരിക്കണം. എങ്കിൽ മാത്രമേ ജലത്തിന് ദ്രാവക രൂപത്തിൽ നിലകൊള്ളാൻ പറ്റൂ. ഇവയ്ക്ക് കട്ടിയുള്ള അന്തരീക്ഷം വേണം. അല്ലെങ്കിൽ ജലത്തിന് നിലനിൽക്കാൻ ആവശ്യമായ സമ്മർദ്ദമുണ്ടായിരിക്കില്ല. അതോടൊപ്പം ശക്തമായ മാഗ്നറ്റിക് ഫീൽഡും ആവശ്യമാണ്. അല്ലെങ്കിൽ നക്ഷത്രത്തിന്റെ സൗരക്കാറ്റ് കാരണം ജലമൊക്കെ ഗ്രഹത്തിൽ നിന്നും എസ്കേപ്പ് ആകും. ഗ്രഹം രൂപം കൊള്ളുന്ന സമയം അതിൽ വന്നു ചേരുന്ന ജലത്തിന്റെ അളവ് കൂടിപ്പോയാൽ അതിന്റെ ശക്തമായ ഗ്രാവിറ്റി ഹൈഡ്രജനും ഹീലിയവും ഒക്കെ വൻതോതിൽ വലിച്ചെടുക്കും. അങ്ങനെ അത് കാലക്രമേണ നെപ്റ്റ്യൂൺ പോലെ വലിയൊരു ഐസ് ജയന്റ് ഗ്രഹമായി മാറും. ഇനി ജലത്തിന്റെ അളവ് കുറഞ്ഞു പോയാലും പ്രശ്നമാണ്. കാരണം കുറഞ്ഞു പോയാൽ പിന്നെ അതൊരു സമുദ്ര ലോകമാകില്ല. പകരം ഭൂമിയെ പോലെ കരയും കടലുമുള്ള ഗ്രഹമായി മാറും. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും പ്രപഞ്ചത്തിൽ ഏറ്റവും പൊതുവായി കാണപ്പെടുന്ന തരം ലോകങ്ങളിലൊന്ന് ചിലപ്പോൾ ഓഷൻ പ്ലാനറ്റ്സ് ആയിരിക്കുമെന്നാണ് കരുതുന്നത്. കാരണം ജലം എന്നത് പ്രപഞ്ചത്തിൽ സർവ്വസാധാരണമാണ്. നമ്മുടെ സൗരയൂഥത്തിൽ തന്നെയുള്ള ചില മഞ്ഞ് ലോകങ്ങളാണ് അതിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണങ്ങൾ. ഗാനിമേഡും യൂറോപ്പയും പോലെയുള്ള മഞ്ഞുകൊണ്ട് മൂടിയ ചില ഉപഗ്രഹങ്ങളിൽ നമ്മുടെ ഭൂമിയിലുള്ള മൊത്തം ജലത്തിന്റെ പല മടങ്ങ് ജലമുണ്ട്. അതിനാൽ ഓഷൻ പ്ലാനറ്റ്സ് ശരിക്കും പ്രപഞ്ചത്തിൽ ഉണ്ടായിരിക്കാൻ ഒരുപാട് സാധ്യത കൂടുതലാണ്. ഓഷൻ പ്ലാനറ്റ്സ് ആയിരിക്കുമെന്ന് സംശയിക്കപ്പെടുന്ന നിരവധി എക്സോ പ്ലാനറ്റ്സിനെ ഇതിനോടകം വെച്ച് തന്നെ നമ്മൾ കണ്ടെത്തിയിട്ടുമുണ്ട്. പക്ഷേ നിലവിൽ അതൊന്നും ഓഷൻ പ്ലാനറ്റ്സ് തന്നെയാണെന്ന് 100% സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഇവയെ ഇപ്പോഴും സൈദ്ധാന്തിക പ്ലാനറ്റ്സ് ആയിട്ട് പരിഗണിക്കുന്നത്. നിർഭാഗ്യവശാൽ അങ്ങനെ സ്ഥിരീകരിക്കാൻ അത്ര എളുപ്പവുമല്ല. നമ്മുടെ ഭൂമിയുടെ ഒരു വശം മുഴുവൻ പസഫിക് മഹാസമുദ്രമാണ്. അകലെ നിന്നും ഭൂമിയെ നിരീക്ഷിക്കുന്ന ഒരു ഏലിയൻ പസഫിക് മഹാസമുദ്രമാണ് കാണുന്നതെങ്കിൽ ഭൂമി ഒരു ഓഷ്യൻ പ്ലാനറ്റ് ആണെന്നേ തോന്നുകയുള്ളൂ. ഇതുപോലെ നമ്മൾ ഓഷൻ പ്ലാനറ്റ് ആണെന്ന് കരുതുന്ന ഗ്രഹങ്ങളിൽ ചിലപ്പോൾ കരഭാഗങ്ങളും ഉണ്ടായിട്ടും അത് നമുക്ക് കാണാൻ പറ്റാത്തതായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ സമുദ്രങ്ങൾക്ക് പകരം അവയുടെ അന്തരീക്ഷത്തിൽ മാത്രമായിരിക്കും ജലമുള്ളത്. അങ്ങനെ പല സങ്കീർണതകൾ ഉള്ളതിനാൽ സംശയിക്കപ്പെടുന്ന ഗ്രഹങ്ങളൊക്കെ ശരിക്കും സമുദ്ര ലോകങ്ങൾ തന്നെയാണോ എന്ന് 100% സ്ഥിരീകരിക്കാൻ നിലവിൽ നമുക്ക് കഴിയില്ല. നക്ഷത്രത്തിന്റെ വളരെ സമീപത്ത് കൂടെ വലമിക്കുന്ന ചില വാതക ഭീമൻ ഗ്രഹങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് ഏകദേശം 1060 പ്രകാശവർഷങ്ങൾക്കകലെ സ്ഥിതി ചെയ്യുന്ന NGTS 10b. ഇതിന്റെ നക്ഷത്രത്തിൽ നിന്നും വെറും 21 ലക്ഷം കിലോമീറ്റേഴ്സ് അകലെയാണ് ഇത് നിലനിൽക്കുന്നത്. വെറും 18.5 മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഇത് ഒരു തവണ നക്ഷത്രത്തിന് ചുറ്റും വലം വയ്ക്കും. ഇങ്ങനെ നക്ഷത്രങ്ങളുടെ ഇത്രയും സമീപത്തായിരിക്കുന്ന വാതക ഭീമൻ ഗ്രഹങ്ങളെ ഹോട്ട് ജൂപ്പിറ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. നക്ഷത്രത്തിന്റെ അടുത്തായതിനാൽ 1000 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഇവയുടെ ഉപരിതല താപനില. നക്ഷത്രത്തിൽ നിന്നും വമിക്കുന്ന തീവ്രമായ റേഡിയേഷനും സൗരക്കാറ്റുമൊക്കെ കാരണം ഇത്തരം ഗ്രഹങ്ങളിലുള്ള വാതകമെല്ലാം എപ്പോഴും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാലക്രമേണ, അതായത് പല ദശലക്ഷക്കണക്കിന് മുതൽ കോടിക്കണക്കിന് വർഷങ്ങൾ കഴിയുമ്പോൾ ഈ ഗ്രഹങ്ങളിൽ ഉണ്ടായിരുന്ന വാതകങ്ങളെല്ലാം ഏകദേശം പൂർണ്ണമായും ഇല്ലാതാകും. അങ്ങനെ ഒടുവിൽ ഗ്രഹത്തിന്റെ ഖരരൂപത്തിലുള്ള കോർ ഭാഗം മാത്രമായിരിക്കും അവശേഷിക്കുന്നത്. ഈ കോർ സാധാരണ റോക്കി പ്ലാനറ്റിനെ പോലെ തന്നെ ആയിരിക്കും. ഇത്തരം ഗ്രഹങ്ങളെയാണ് ചിത്തോണിയൻ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്.
കോടിക്കണക്കിന് വർഷങ്ങളായി ഗ്രഹത്തിന്റെ ഗ്രാവിറ്റി കംപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നതിനാൽ ഈ കോറിലുള്ള പദാർത്ഥങ്ങളൊക്കെ ഇരുമ്പിനേക്കാൾ സാന്ദ്രത കൂടിയ അവസ്ഥയിലായിരിക്കും. അപ്പോൾ ഇതിന് ഭൂമിയുടെ അത്ര വലിപ്പമേ ഉള്ളുവെങ്കിൽ പോലും ഭൂമിയുടെ പല മടങ്ങ് മാസ് ഉണ്ടായിരിക്കും. ഒരുപാട് ഹോട്ട് ജൂപ്പിറ്റേഴ്സിനെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അവയിൽ നിന്നും വൻതോതിൽ വാതകങ്ങൾ നഷ്ടമാകുന്നതും കണ്ടിട്ടുണ്ട്. അതിനാൽ തന്നെ ചിത്തോണിയൻ പ്ലാനറ്റ്സ് എന്നത് തീർച്ചയായും നിലനിൽക്കാൻ വളരെയേറെ സാധ്യതയുള്ള ഗ്രഹങ്ങളാണ്. ചിത്തോണിയൻ പ്ലാനറ്റ്സ് ആണെന്ന് സംശയിക്കപ്പെടുന്ന നിരവധി ഗ്രഹങ്ങളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഏകദേശം 1100 പ്രകാശ വർഷങ്ങൾക്കകലെ നിലനിൽക്കുന്ന കെപ്ലർ 52b ആണ് അതിന്റെ ഉത്തമ ഉദാഹരണം. ഇതിന് ഭൂമിയുടെ 100 മടങ്ങോളം വരെ മാസ് ഉണ്ടായിരിക്കുമെന്നാണ് നിഗമനം. പ്രാഥമിക നിരീക്ഷണത്തിൽ ഇതൊരു റോക്കി പ്ലാനറ്റ് ആണെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത്രയും മാസ് ഉണ്ടെങ്കിലും ഇതിന് ഭൂമിയുടെ വെറും 2 മടങ്ങ് വലിപ്പമേ ഉള്ളൂ. സാധാരണ റോക്കി പ്ലാനറ്റ്സിന് ഇത്രയും കുറഞ്ഞ വലിപ്പത്തിൽ ഇത്രയും കൂടുതൽ മാസ് ഉണ്ടായിരിക്കില്ല. എന്തെന്നാൽ അത്രയും സാന്ദ്രത കൈവരിക്കാൻ ആവശ്യമായ ഗ്രാവിറ്റി അവയ്ക്കുണ്ടായിരിക്കില്ല. എന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ വാതക ഭീമനായിരുന്നപ്പോഴുള്ള തീവ്രമായ ഗ്രാവിറ്റി കാരണം അവയുടെ കോറിന്, അതായത് ചിത്തോണിയൻ പ്ലാനറ്റിന് അത്രയും സാന്ദ്രത ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇതൊരുപക്ഷേ ചിത്തോണിയൻ പ്ലാനറ്റ് ആയിരിക്കുമെന്ന് സംശയിക്കുന്നത്. പൂർണ്ണമായും ഇരുമ്പ് കൊണ്ട് നിർമ്മിതമായ ഗ്രഹങ്ങളുടെ അത്ര വലിപ്പമുള്ള വലിയ ലോഹഗോളങ്ങളെ സങ്കല്പിച്ചു നോക്കൂ. അത് തന്നെയാണ് അയൺ പ്ലാനറ്റ്സ്. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഗ്രഹങ്ങൾക്ക് രൂപം കൊള്ളാൻ കഴിയില്ല. കാരണം പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്കിൽ നിന്നുമാണ് ഗ്രഹങ്ങൾ രൂപം കൊള്ളുന്നത്. ഈ പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്കിൽ സാധാരണഗതിയിൽ അയണിനേക്കാൾ കൂടുതൽ അളവിൽ സിലിക്കേറ്റ്സ് ഉണ്ടായിരിക്കും. പാറകളും മണ്ണുമൊക്കെ ഉണ്ടാക്കുന്ന പദാർത്ഥങ്ങളാണ് സിലിക്കേറ്റ്സ്. അപ്പോൾ റോക്കി പ്ലാനറ്റ്സ് രൂപം കൊള്ളുമ്പോൾ അവയിൽ അയണിനേക്കാൾ കൂടുതലുള്ളത് സിലിക്കേറ്റ്സ് ആയിരിക്കും. അതിനാൽ തന്നെ സാധാരണഗതിയിൽ അയൺ പ്ലാനറ്റ്സിന് രൂപം കൊള്ളാൻ പറ്റില്ല. പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്കിൽ സിലിക്കേറ്റ്സിന് പകരം കൂടുതലുള്ളത് അയൺ ആണെങ്കിൽ അതിൽ നിന്നും അയൺ പ്ലാനറ്റ്സിന് രൂപം കൊള്ളാൻ പറ്റും. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ അത് ഏകദേശം പൂർണ്ണമായും അസാധ്യമാണ്. മറ്റൊരു രീതി എന്നത് നക്ഷത്രത്തിന്റെ വളരെ സമീപത്ത് ഒരു റോക്കി പ്ലാനറ്റ് രൂപം കൊള്ളുമ്പോൾ നക്ഷത്രത്തിന്റെ തീവ്രമായ താപനില കാരണം സിലിക്കേറ്റ്സ് ഒക്കെ നീരാവിയാവുകയും സൗരക്കാറ്റിലൂടെ അതെല്ലാം ബഹിരാകാശത്തിലേക്ക് പുറന്തള്ളപ്പെടുകയും ചെയ്യും. എന്നാൽ ഈ താപനില അയണിനെ നീരാവിയാക്കാൻ മാത്രം ശക്തമായിരിക്കില്ല. അപ്പോൾ പിന്നെ ഗ്രഹത്തിൽ അവശേഷിക്കുന്നത് പൂർണ്ണമായും അയൺ മാത്രമായിരിക്കും. ഇങ്ങനെ അയൺ പ്ലാനറ്റ്സിന് രൂപം കൊള്ളാൻ പറ്റും. പക്ഷെ ഇങ്ങനെ സംഭവിക്കാനും തീരെ സാധ്യതയില്ലെന്നാണ് മെർക്കുറിയെ നിരീക്ഷിച്ചതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തെന്നാൽ സൂര്യന്റെ തീവ്രമായ താപനില കാരണം പൂർണ്ണമായും നീരാവിയായി പോകേണ്ട ഒരുപാട് പദാർത്ഥങ്ങൾ മെർക്കുറിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ രീതിയിലും അയൺ പ്ലാനറ്റ്സിന് ഉണ്ടാകാൻ പറ്റില്ല. എന്നാൽ മറ്റൊരു വിധത്തിൽ അയൺ പ്ലാനറ്റ്സിന് രൂപം കൊള്ളാനാകും. ചില ഗ്രഹങ്ങളിൽ കൂടുതലും അടങ്ങിയിരിക്കുന്നത് അയണാണ്. മെർക്കുറി തന്നെയാണ് അതിന്റെ ഉത്തമ ഉദാഹരണം. മെർക്കുറിയുടെ വലിപ്പത്തിൽ 85% യഥാർത്ഥത്തിൽ അതിന്റെ കോർ ഭാഗമാണ്. ഈ കോർ ഭാഗം ഏകദേശം പൂർണ്ണമായും അയൺ കൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത്. ഇതുപോലുള്ള ഗ്രഹങ്ങളിൽ മറ്റൊരു ഗ്രഹം വന്നിടിച്ചാൽ ആ കൂട്ടിയിടിയുടെ ആഘാതത്തിൽ ഗ്രഹത്തിന്റെ പുറം പാളികളെല്ലാം പൊടിഞ്ഞ് നശിച്ചു പോകും. ഒടുവിൽ അവശേഷിക്കുന്നത് ഗ്രഹത്തിന്റെ അയൺ കോർ മാത്രമായിരിക്കും. അങ്ങനെ അയൺ പ്ലാനറ്റ്സിന് രൂപം കൊള്ളാൻ കഴിയും. അയൺ പ്ലാനറ്റ്സ് ഉണ്ടാകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരേ ഒരു മാർഗം ഇത് മാത്രമാണ്. ഈ രീതിയിൽ ചിന്തിച്ചാൽ യഥാർത്ഥത്തിൽ ഇതും ചിത്തോണിയൻ പ്ലാനറ്റ്സിന് സമാനമാണ്. വാതക ഭീമൻ ഗ്രഹങ്ങളുടെ അവശേഷിക്കുന്ന കോർ ഭാഗങ്ങളാണ് ചിത്തോണിയൻ പ്ലാനറ്റ്സ്. അതേപോലെ റോക്കി പ്ലാനറ്റ്സിന്റെ അവശേഷിക്കുന്ന കോർ ഭാഗങ്ങളാണ് അയൺ പ്ലാനറ്റ്സ്. എന്തായാലും ശാസ്ത്രീയമായി ചിന്തിക്കുമ്പോൾ അയൺ പ്ലാനറ്റ്സ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നിരുന്നാലും അയൺ പ്ലാനറ്റ്സ് ആയിരിക്കുമെന്ന് സംശയിക്കപ്പെടുന്ന ചില എക്സോ പ്ലാനറ്റ്സിനെ കണ്ടെത്തിയിട്ടുണ്ട്. അതിനൊരുത്തമ ഉദാഹരണമാണ് 32 പ്രകാശ വർഷങ്ങൾക്കകലെയുള്ള GJ367b. ഇതിന് ഭൂമിയുടെ ഇരട്ടിയിൽ കൂടുതൽ സാന്ദ്രതയുണ്ട്. പക്ഷേ ഭൂമിയുടെ 72% വലിപ്പമേ ഉള്ളൂ. ഇത്രയും സാന്ദ്രതയേറിയതിനാൽ അത് ഏകദേശം 91% അയൺ കൊണ്ട് മാത്രം നിർമ്മിതമായതായിരിക്കണം. ഇത് നക്ഷത്രത്തിന്റെ ഒരുപാട് സമീപത്താണ്. സമീപമെന്ന് വെച്ചാൽ ഏകദേശം 10 ലക്ഷം കിലോമീറ്റേഴ്സ് അകലെ. അതായത് മെർക്കുറി സൂര്യനിൽ നിന്നുമായിരിക്കുന്നതിന്റെ 60 മടങ്ങ് സമീപത്ത്. ഇതിന്റെ ഒരു വർഷം എന്നത് വെറും 7.5 മണിക്കൂറുകൾ മാത്രമാണ്. ഇത്രയും സമീപത്തായതിനാൽ ഉപരിതല താപനില 1400 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരിക്കും. എന്തായാലും ഇത് പൂർണ്ണമായും അയൺ കൊണ്ട് നിർമ്മിതമായിരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇതൊരുപക്ഷെ അയൺ പ്ലാനറ്റുമായിരിക്കില്ല. സാധാരണ പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്കുകളിൽ കാർബണിനേക്കാൾ കൂടുതലുള്ളത് ഓക്സിജനാണ്. അതുകൊണ്ട് തന്നെ അവയിൽ നിന്നും ഉണ്ടാകുന്ന ഗ്രഹങ്ങളിലും സ്വാഭാവികമായും കാർബണിനേക്കാൾ കൂടുതലുള്ളത് ഓക്സിജൻ ആയിരിക്കും. നമ്മുടെ സോളാർ സിസ്റ്റത്തിനെ തന്നെ ഉദാഹരണമായിട്ടെടുക്കാം. ഇവിടെ കാർബണിന്റെ ഇരട്ടിയോളം കൂടുതലാണ് ഓക്സിജൻ.
എന്നാൽ റെഡ് ഡ്വാർഫുകൾ പോലെയുള്ള മാസ് കുറഞ്ഞ നക്ഷത്രങ്ങൾ ഉണ്ടാകുന്ന ചില പ്രോട്ടോ പ്ലാനറ്ററി ഡിസ്കുകളിൽ ചിലപ്പോൾ ഓക്സിജനേക്കാൾ കൂടുതലുള്ളത് കാർബൺ ആയിരിക്കും. ഈ ഡിസ്കുകളിൽ നിന്നും ഓക്സിജനേക്കാൾ കൂടുതൽ അളവിൽ കാർബൺ ഉള്ള ഗ്രഹങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം ഗ്രഹങ്ങളാണ് കാർബൺ പ്ലാനറ്റ്സ്. ഇവ ഒരുപക്ഷെ റോക്കി പ്ലാനറ്റ്സും ആയിരിക്കാം, ഗ്യാസ് ജെയിൻസും ആയിരിക്കാം. ഈ ഒരു ചെറിയ വ്യത്യാസം, അതായത് ഓക്സിജനും കാർബണും തമ്മിലുള്ള അനുപാതത്തിന്റെ മാത്രം വ്യത്യാസം ഒരുപക്ഷെ നിങ്ങൾക്ക് വലിയൊരു കാര്യമായിട്ട് തോന്നില്ല. പക്ഷേ യഥാർത്ഥത്തിൽ കാർബൺ പ്ലാനറ്റ്സ് സാധാരണ ഗ്രഹങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരിക്കും. ഓക്സിജൻ ആണെങ്കിൽ വളരെ റിയാക്റ്റീവാണ്. അത് സിലിക്കണുമായി ചേർന്ന് സിലിക്കേറ്റ്സ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഭൂമിയിൽ മലകളും മണ്ണുമൊക്കെ ഉള്ളത്. ഹൈഡ്രജനുമായി ചേർന്ന് ജലമുണ്ടാക്കും. അതുകൊണ്ടാണ് നമുക്ക് സമുദ്രങ്ങളുള്ളത്. എന്നാൽ കാർബൺ പ്ലാനറ്റ്സിൽ ഓക്സിജന് പകരം കാർബൺ ആയിരിക്കും മറ്റ് എലമെന്റ്സുമായി കൂടിച്ചേരുന്നത്. ലഭ്യമായ ഓക്സിജനെ മൊത്തം കാർബൺ ആദ്യമേ തന്നെ കാർബൺ മോണോക്സൈഡ് ആക്കി മാറ്റും. പിന്നെ മറ്റൊന്നിനും ആവശ്യമായ ഓക്സിജൻ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ റോക്കി കാർബൺ പ്ലാനറ്റ്സിൽ ജലവും മണ്ണും മലകളും ഒന്നും ഉണ്ടായിരിക്കില്ല. ഓക്സിജന് പകരം സിലിക്കൺ കാർബണുമായി ചേർന്ന് കാർബൈഡ് മിനറൽസ് ഉണ്ടാക്കും. ഈ ഗ്രഹത്തിൽ പാറകൾക്കും മണ്ണിനും പകരം മൊത്തം ഗ്രാഫൈറ്റും അമോർഫസ് കാർബണുമായിരിക്കും ഉള്ളത്. ഇതൊക്കെ വളരെ ഇരുണ്ട പദാർത്ഥങ്ങളാണ്. അതിനാൽ കരഭാഗം മൊത്തം കറുത്തിരുണ്ടു കിടക്കും. ഇവിടെ സമുദ്രങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ ജലത്തിന് പകരം ഈ സമുദ്രങ്ങളിലുള്ളത് വളരെ കട്ടി കൂടിയ ടാറ് പോലത്തെ ദ്രാവകങ്ങളായിരിക്കും. അന്തരീക്ഷം മുഴുവൻ ഇരുണ്ട പോളിസൈക്ലിക് ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് നിറഞ്ഞതായിരിക്കും. അപ്പോൾ കരയും ബീച്ചും സമുദ്രവും അന്തരീക്ഷവും അങ്ങനെ ആകെ മൊത്തത്തിൽ ഗ്രഹം മുഴുവൻ കറുത്തിരുണ്ടു കിടക്കും. അത് ശരിക്കും ഒരു വിചിത്രമായ കാഴ്ച തന്നെ ആയിരിക്കും. ഈ ഗ്രഹത്തിലും ടെക്ടോണിക് പ്ലേറ്റ്സും പ്ലേറ്റ് ടെക്ടോണിക്സും ഒക്കെ ഉണ്ടായിരിക്കും. ഇവിടുത്തെ ഉപരിതലത്തിന് മൊത്തം ഒരു ക്യൂബിക് ജിയോമെട്രി ആയിരിക്കും. മലകൾക്കൊക്കെ മുറിച്ചു വെച്ച നീണ്ട ബ്ലോക്സ് പോലത്തെ രൂപമായിരിക്കും. അതായത് ഏതാണ്ട് സൂപ്പർമാൻ സിനിമയിൽ കാണുന്ന ക്രിസ്റ്റൽ സ്ട്രക്ചർ പോലെ. കാർബൺ കൊണ്ട് നിർമ്മിതമായ പദാർത്ഥങ്ങളൊക്കെ വളരെ കട്ടി കൂടിയതും ശക്തവുമായിരിക്കും. അതിനാൽ ഇവിടുത്തെ പർവ്വതങ്ങൾക്ക് ഭൂമിയിലെ പർവ്വതങ്ങളെക്കാൾ ഒരുപാട് ഉയരമുണ്ടായിരിക്കും. ഇവിടെയും അഗ്നിപർവ്വതങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ ചുവന്ന് തിളങ്ങുന്ന മാഗ്മയ്ക്ക് പകരം ഈ വോൾക്കാനോകളിൽ നിന്നും വരുന്നത് കറുത്ത കട്ടിയുള്ള ഹൈഡ്രോ കാർബൺസ് ആയിരിക്കും. ഈ ഗ്രഹത്തിന്റെ ഉള്ളിൽ വൻതോതിൽ ഡയമണ്ട്സ് ഉണ്ടായിരിക്കും. ഈ ഡയമണ്ട്സും വോൾക്കാനോയിലൂടെ പുറത്തു വരും. ഗ്യാസ് ജെയിന്റ് കാർബൺ ഗ്രഹങ്ങളും സാധാരണ ഗ്യാസ് ജെയിൻസിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. കാഴ്ചയിൽ ഇവ വളരെ കറുത്ത ഗ്രഹങ്ങളായിരിക്കും. എന്തായാലും കാർബൺ പ്ലാനറ്റ്സ് ആണെന്ന് സംശയിക്കപ്പെടുന്ന നിരവധി എക്സോ പ്ലാനറ്റ്സിനെ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ ഇവയിൽ വൻതോതിൽ കാർബൺ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ടെന്നല്ലാതെ ഇവയൊന്നും ശരിക്കും കാർബൺ പ്ലാനറ്റ്സ് തന്നെയാണെന്ന് ഇതുവരെ സ്ഥിരീകരിക്കാൻ സാധിച്ചിട്ടില്ല. സകല വാതക ലോകങ്ങളും പ്രധാനമായും ഹൈഡ്രജൻ കൊണ്ടാണ് നിർമ്മിതമായിരിക്കുന്നത്. എന്നാൽ പ്രധാനമായും ഹീലിയം കൊണ്ട് നിർമ്മിതമായ ഗ്രഹങ്ങളാണ് ഹീലിയം പ്ലാനറ്റ്സ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള എലമെന്റ് ഹൈഡ്രജനാണ്, രണ്ടാമത് ഹീലിയവും. അപ്പോൾ സ്വാഭാവികമായും പ്രപഞ്ചത്തിൽ ധാരാളം ഹീലിയം പ്ലാനറ്റ്സും ഉണ്ടാകേണ്ടതാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഹീലിയം പ്ലാനറ്റ്സ് ഏകദേശം പൂർണ്ണമായും അസാധ്യമാണ്. ഗ്രഹങ്ങൾ രൂപം കൊള്ളുന്ന രീതി നോക്കിയാൽ അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാകും. ഒരു ഗ്രഹം രൂപം കൊള്ളുമ്പോൾ അയണും സിലിക്കേറ്റ്സും പോലെയുള്ള ഹെവി എലമെന്റ്സ് ആയിരിക്കും ആദ്യം അടിഞ്ഞുകൂടാൻ തുടങ്ങുന്നത്. തുടക്കത്തിൽ ഇതിന്റെ ഗ്രാവിറ്റി തീരെ കുറവായതിനാൽ ഇതിൽ ഹൈഡ്രജനും ഹീലിയവും ഒന്നും വന്ന് അടിഞ്ഞുകൂടില്ല. എന്തെന്നാൽ ഹൈഡ്രജനും ഹീലിയവും ഒക്കെ തീരെ കനം കുറഞ്ഞ പദാർത്ഥങ്ങളാണ്. ശേഷം ഒരു പരിധി കഴിയുമ്പോൾ ഹീലിയത്തിനെ പിടിച്ചു നിർത്താൻ തക്ക വിധത്തിൽ ഈ പുതിയ ഗ്രഹം വലുതാകും. അങ്ങനെ പതിയെ ഹീലിയത്തിനെ വലിച്ചെടുക്കാൻ തുടങ്ങും. പക്ഷേ ഹൈഡ്രജൻ ഹീലിയത്തിനേക്കാൾ കനം കുറഞ്ഞതാണ്. അതുകൊണ്ട് അപ്പോഴും ഈ ഗ്രഹത്തിന് ഹൈഡ്രജനെ വലിച്ചെടുക്കാനാകില്ല. എന്നാൽ ഹീലിയം വന്നടിഞ്ഞുകൂടി ഒരു പരിധി കഴിയുമ്പോൾ ഹൈഡ്രജനെ വലിച്ചെടുക്കാൻ തക്ക വിധത്തിൽ ഈ ഗ്രഹം വലുതാകും. ഹൈഡ്രജൻ ആയിരിക്കും അതിനു ചുറ്റും കൂടുതൽ ലഭ്യമായ എലമെന്റ്. അതിനു പുറമെ ഇപ്പോൾ ഈ പുതിയ ഗ്രഹത്തിന് നല്ല ശക്തമായ ഗ്രാവിറ്റിയും ഉണ്ടായിരിക്കും. അനന്തരഫലമായി ഇത് വൻതോതിൽ അതിവേഗത്തിൽ ഹൈഡ്രജനെ വലിച്ചെടുക്കാൻ തുടങ്ങും. അങ്ങനെ ഒടുവിൽ ഈ ഗ്രഹത്തിൽ ഏറ്റവും കൂടുതൽ വന്നടിഞ്ഞുകൂടുന്നത് ഹൈഡ്രജൻ ആയിരിക്കും. ഇങ്ങനെയാണ് വാതക ലോകങ്ങളിലെല്ലാം പ്രധാനമായും ഹൈഡ്രജൻ അടങ്ങിയിരിക്കുന്നത്. എന്നിരുന്നാലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഹീലിയം പ്ലാനറ്റ്സിനും രൂപം കൊള്ളാനാകും. ഒട്ടുമിക്ക നക്ഷത്രവ്യൂഹങ്ങളിലും ഗ്രഹങ്ങൾ കാലക്രമേണ അങ്ങോട്ടും ഇങ്ങോട്ടും മൈഗ്രേറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അതായത് നക്ഷത്രത്തിന്റെ അടുത്തോട്ട് വരുന്നതായും നക്ഷത്രത്തിൽ നിന്നും അകലുന്നതായും കണ്ടിട്ടുണ്ട്. നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ പോലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ഇതുപോലെ ഒരു സാധാരണ വാതക ഗ്രഹം എന്തെങ്കിലും കാരണം കൊണ്ട് ചിലപ്പോൾ നക്ഷത്രത്തിന്റെ അടുത്തോട്ട് വരും. അങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേക താപനിലയുള്ള ഭാഗത്തിലായിരിക്കും ചിലപ്പോൾ ഈ വാതക ഗ്രഹം വന്നു നിൽക്കുന്നത്. പ്രത്യേക താപനിലയെന്ന് വെച്ചാൽ ഹൈഡ്രജന് നിലനിൽക്കാൻ പറ്റാത്ത എത്ര ചൂട് കൂടിയതും എന്നാൽ ഹീലിയത്തിന് നിലനിൽക്കാൻ പറ്റുന്നതുമായ താപനില.
ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ വാതക ലോകത്തിലെ ഹൈഡ്രജൻ മുഴുവൻ കാലക്രമേണ ഗ്രഹത്തിൽ നിന്നും നഷ്ടമാകും. പിന്നെ അവശേഷിക്കുന്നത് ഒരു ഹീലിയം പ്ലാനറ്റ് ആയിരിക്കും. ഹീലിയം പ്ലാനറ്റ്സ് സാധാരണ വാതക ലോകങ്ങളെ പോലെ തന്നെ ആയിരിക്കും. വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരിക്കില്ല. കാഴ്ചയിൽ മാത്രമായിരിക്കും ഒരേ ഒരു പ്രധാന വ്യത്യാസം. സാധാരണ ഗ്യാസ് ജെയിൻസ് എല്ലാം ഒരുപാട് നിറങ്ങളൊക്കെ ആയിട്ട് കാണാൻ വളരെ മനോഹരമായിരിക്കും. പക്ഷെ ഹീലിയം അത്രത്തോളം റിയാക്റ്റീവ് അല്ലാത്തതിനാൽ ഹീലിയം പ്ലാനറ്റ്സിന് ബോറിംഗ് ആയ നരച്ച ഗ്രേ നിറമായിരിക്കും. പക്ഷെ ഈ പറഞ്ഞ രീതിയിൽ കൃത്യമായും ഒരു പ്രത്യേക താപനിലയുള്ള സ്ഥലത്തേക്ക് ഒരു വാതക ഗ്രഹം മൈഗ്രേറ്റ് ചെയ്യുക എന്നത് ഏകദേശം അസാധ്യമാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തിൽ ഹീലിയം പ്ലാനറ്റ്സ് നിലനിൽക്കാനുള്ള സാധ്യതയും തീരെ കുറവാണ്.